കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ വന്നതും എന്നാൽ ലോങ് ടൈം ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആയതുമായ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പേര് അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.8% ഇടിഞ്ഞ് 4713 ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 121, 52 വീക്ക് ഹൈ 5219, 52 വീക്ക് ലോ 3491. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 5% റിട്ടേൺ നൽകി. 5 വർഷം കൊണ്ട് കമ്പനി 237% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. 2021 ശേഷം അണ്ടർ പെർഫോം ചെയ്ത ഡിമാർട്ട് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് മാറുകയും റീസെൻ്റ്ലി കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് ശ്രമിക്കുകയും ചെയ്തു. ബ്രേക്കൗട്ടിന് ശേഷം സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ സപ്പോർട്ട് ലെവലുകളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ആദ്യം തന്നെ അവന്യൂ സൂപ്പർ മാർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലി ഡിമാർട്ടിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 5123 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈ ടാർഗറ്റ് നൽകിയതിനോടൊപ്പം തന്നെ ഡിമാർട്ട് നിയർ ഫ്യൂച്ചറിൽ നേരിടാൻ പോകുന്ന ചില പ്രധാന ചലഞ്ചുകളെക്കുറിച്ച് മോർഗൻ സ്റ്റാൻലി അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഗ്രോസറി സെഗ്മെൻറ്റിലായിരിക്കും ഡിമാർട്ട് ഏറ്റവും അധികം ചലഞ്ചുകൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ഗ്രോസറി സെഗ്മെൻറ്റിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചു വരികയാണ്. റീസെൻ്റ്ലി ആമസോൺ ഫ്രഷ് എന്ന ഓൺലൈൻ ഗ്രോസറി കമ്പനി അതിൻ്റെ എക്സ്പാൻഷൻ 60 സിറ്റികളിൽ നിന്ന് 130 സിറ്റികളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഡിമാർട്ടിൻ്റെ തന്നെ ഏറ്റവും വലിയ കോമ്പറ്റേറ്ററായ ജിയോ മാർട്ട് ഓൺലൈൻ സർവീസിൽ ഡിമാർട്ടിനെ മറികടന്നു. ഡിമാർട്ടിൻ്റെ ഓൺലൈൻ സർവീസായ ഡിമാർട്ട് റെഡിയെ പ്രൊഡക്റ്റ് ഡിസ്കൗണ്ടിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ജിയോ മാർട്ട് മറികടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോർ കീപ്പിംഗ് യൂണിറ്റുകളുടെ എണ്ണത്തിൽ ബിഗ് ബാസ്ക്കറ്റും ഡിമാർട്ടിൻ്റെ ഓൺലൈൻ ബിസിനസ്സായ ഡിമാർട്ട് റെഡിയെ മറികടന്നു കഴിഞ്ഞു. അതായത് ബിഗ് ബാസ്ക്കറ്റ്, ജിയോ മാർട്ട്, ആമസോൺ ഫ്രഷ് തുടങ്ങിയ കമ്പനികളിൽ നിന്നും ഡിമാർട്ടിൻ്റെ ഓൺലൈൻ സെഗ്മെൻറ്റ് ബിസിനസ്സായ ഡിമാർട്ട് റെഡി വളരെ വലിയ കോമ്പറ്റീഷൻ നേരിടുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ കൺസോൾട്ടേഷൻ എന്ന രൂപത്തിൽ പ്രകടവുമാണ്. എന്നാൽ ഓഫ്ലൈൻ പെർഫോമൻസിൽ ഡിമാർട്ട് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിച്ചു വരികയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നു. റീസെൻ്റ്ലി തമിഴ്നാടുവിൽ കോയമ്പത്തൂരിനടുത്ത് ഡിമാർട്ട് അതിൻ്റെ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 369 എത്തിച്ചു കഴിഞ്ഞു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ സെയിൽസ് വോളിയം കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചതും കൂടുതൽ സ്റ്റോറുകൾ സ്കെയിലപ്പ് ചെയ്യാൻ സാധിച്ചതും കൂടുതൽ സ്റ്റോറുകൾ പുതിയ ലൊക്കേഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചതും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിനെ ഇംപ്രൂവ് ചെയ്യുകയും കമ്പനിയുടെ ഓവറോൾ മാർജിനെയും ഇംപ്രൂവ് ചെയ്യുമെന്ന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ അവകാശപ്പെട്ടിരുന്നു. ഇതോടൊപ്പം തന്നെ സുപ്പീരിയർ പെർ സ്റ്റോർ റവന്യൂവും ഫാസ്റ്റ് ബ്രേക്ക് ഇവൻ സ്റ്റോറും കൂടാതെ ഹൈ ഇൻവെൻറ്ററി ടേൺ ഓവറും ഡിമാർട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ കമ്പനി ടോട്ടലി ഡെപ്റ്റ് ഫ്രീ ആണ്. ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയതുകൊണ്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടുതലുണ്ട്. ഡിസ്കൗണ്ട് റീറ്റെയിലർ സെഗ്മെൻറ്റിലെ കമ്പനി ആയതുകൊണ്ട് കൺസ്യൂമർ പ്രൈസിംഗ് വളരെ കുറവും ലോ കോസ്റ്റ് എഫിഷ്യൻസി കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറവായതുകൊണ്ട് കമ്പനിക്ക് അതിൻ്റെ മാർക്കറ്റിങ്ങിൽ മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിക്കാനും സാധിക്കുന്നു. ഈ ഫാക്റ്റുകളൊക്കെ ഡിമാർട്ട് എന്ന കമ്പനിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മോർഗൻ സ്റ്റാൻലി മാത്രമല്ല CLSA എന്ന ബ്രോക്കേജ് ഏജൻസിയും ഡിമാർട്ടിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. മുമ്പായിരുന്നു CLSA ഡിമാർട്ടിനെ അഡ്രസ് ചെയ്തത്. അന്ന് 5107 രൂപയുടെ ടാർഗറ്റാണ് ഡിമാർട്ടിന് നൽകിയത്. 2034 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഡിമാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 3 മടങ്ങ് ഉയരും എന്നാണ് CLSAയുടെ റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നത്. അതായത് ഇപ്പോൾ ഡിമാർട്ടിന് ഏകദേശം 370ഓളം സ്റ്റോറുകളാണുള്ളത്. ഇത് 2034 ആകുമ്പോൾ 1000-ന് മുകളിലെത്തും എന്നാണ് CLSAയുടെ റിസർച്ച് റിപ്പോർട്ടിലും പറയുന്നത്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ ഡിമാർട്ട് എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ്. ഡിമാർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഡിമാർട്ട് കഴിഞ്ഞ 5 വർഷത്തെ ലോ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡിമാർട്ട് ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് സൂപ്പർ മാർക്കറ്റ് ചെയിനുള്ള അല്ലെങ്കിൽ സ്റ്റോർ അഡിഷൻ നടത്തുന്ന ഒരു കമ്പനി കൂടിയാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ അപ്പാരൽ സെഗ്മെൻറ്റ് അത്ര ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് മോശമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 690 കോടിയിൽ നിന്നും 563 കോടിയിലേക്ക് ഇടിയുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 8% നിന്നും 7% ഇടിയുകയും സെയിൽസ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 13,572 നിന്നും 12,727 കുറയുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെക്ടറിൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ട്.
കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കടബാധ്യത തീരെയില്ല. 18,000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ്. ഈ കമ്പനിയിൽ FISഉം DISഉം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിന് 74.64% സ്റ്റേക്ക് ഹോൾഡിംഗ്. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.9 നിന്നും 8.2 ഉയർന്നു. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.4 നിന്നും 8.5 ഉയർന്നു. അതേസമയം പബ്ലിക്കിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.4% നിന്നും 8.5% കുറഞ്ഞു. ഡിമാർട്ട് എന്ന സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 4,850 എന്ന ലെവലിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 5,100 വരെ ഉയർന്നെങ്കിലും ബ്രേക്കൗട്ട് ലെവലിൽ സ്റ്റോക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. 4,850 എന്ന സപ്പോർട്ട് മറികടന്ന് 4,716 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 4,500, 4,400 തുടങ്ങിയ സ്ട്രോങ് സപ്പോർട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്കിൽ ഒരു റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ട്രെൻഡ് റിവേഴ്സൽ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെ ഷോർട്ട് ടൈമിന് വേണ്ടി പരിഗണിക്കാം. 4,500 എന്ന റേഞ്ചിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുമ്പോൾ 5,000, 5,250 പോലുള്ള ടാർഗറ്റാണ് ഡിമാർട്ടിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 4,500, 4,400 തുടങ്ങിയ സപ്പോർട്ട് പ്രൈസിനെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്